അത് കേൾക്കുന്നേ. പക്ഷെ ഞാൻ എന്തായി സീമയല്ലേ, നീ എന്തിനാ പാവത്തിനെ കഷ്ടപ്പെടുത്തുന്നത്? ഇതെല്ലാം നിന്റെ തെറ്റാ. ഞാൻ എന്താ ചെയ്തേ? നീയല്ലേ പറഞ്ഞത് ഫിയോൻസി ആകുന്നതിന് മുമ്പ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പഠിക്ക്. ലേണിംഗ് ടു പ്ലാൻ ഫൈനാൻസ് ഇസ് എ മസ്റ്റ്. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നൊക്കെ. അതിപ്പോ എന്റെ തെറ്റാ? അല്ലാതെ പിന്നെ ഫൈനാൻസസിനെ പറ്റി പഠിക്കുന്നതിനിടയിൽ സീമയുടെ അമ്മയുടെ ബർത്ത്ഡേ മറന്നു ഞാൻ. നിന്നോട് ഞാൻ മനസ്സിലാക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ PhD ചെയ്യാനൊന്നും അല്ലല്ലോ. പക്ഷേ ബ്രോ, there is so much to learn. മാർക്കറ്റിന്റെ സൈക്കിൾസ്, വോളറ്റിലിറ്റിയിൽ ഓപ്പർച്യൂണിറ്റീസ്, ലോങ് ടേം കമ്പൗണ്ടിങ് മാജിക്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഡെറ്റിന്റെയും എക്വിറ്റിയുടെയും ബാലൻസ്. ബ്രോ, എന്നെ പോലുള്ള ഓവർ തിങ്കേഴ്സിന് വേണ്ടി വളരെ സ്ട്രെസ്ഫുൾ ആവുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടത്? സിമ്പിൾ ആണ് ബ്രോ. എൻ്റെ ഇൻവെസ്റ്റ്മെന്റിന് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടണം, പക്ഷേ റിസ്ക് ഇല്ലാതെ. എനിക്ക് ജോബിന്റെ ഒപ്പം ഈ മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ്, ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ അലൊക്കേഷൻസ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലടാ. നിനക്ക് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ് പെർഫെക്റ്റ് ആയിരിക്കും. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ്? ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ് ഒരു ടൈപ്പ് ഫണ്ട്സ് ആണ്. അത് നിങ്ങൾക്ക് എക്വിറ്റി ആൻഡ് ഡെറ്റ് രണ്ടിലും നിങ്ങൾക്ക് എക്സ്പോജർ തരുന്നു. ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ളതല്ല, മറിച്ചൊരു ഡൈനാമിക് അസറ്റ് അലൊക്കേഷൻ മോഡലാണ്. അതിൽ മാർക്കറ്റ് റീസർച്ച്, കണ്ടീഷൻസ്, ഇൻസൈറ്റ്സ്, ട്രെൻഡ്സ് എന്നിവ വഴി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഓപ്റ്റിമൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റ് അനുസരിച്ച് ഈ ഫണ്ട്സ് ഇക്വിറ്റിയിൽ നിന്ന് അലൊക്കേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ റീബാലൻസ് ചെയ്യുന്നു. അങ്ങനെ ഇത് നിങ്ങളുടെ റിസ്കിനെയും റിട്ടേൺസിനെയും രണ്ടിനെയും മാനേജ് ചെയ്യുന്നു. This is amazing, bro. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര റിസർച്ച് ചെയ്യേണ്ടി വരില്ലായിരുന്നു. അപ്പൊ പിന്നെ ശശാങ്ക് ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഇപ്പോഴേ ചെയ്യുന്നുണ്ടെന്ന് സീമയുടെ അമ്മ എങ്ങനെ അറിയും? അതും ശരിയാ. ഇതുപോലെ സീമയുടെ മൂഡിന്റെ വോളറ്റിലിറ്റി മാനേജ് ചെയ്യാനും ഒരു മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ. ഇതും ശരിയാ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.